വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ഡിഫറൻറ്റുമായിട്ടുള്ള പപ്പായ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കവിതാസ് ഷുഗർ ആൻഡ് സ്പൈസ്. ഈ കറിയുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അടിച്ചെടുക്കാം. ഇനി വലിയൊരു സോസ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ബേ ലീഫ്, സിനമൺ, ബ്ലാക്ക് കാർഡമം, റെഗുലർ കാർഡമം, ക്ലോവ്സ് ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ചേർക്കാം. അതോടൊപ്പം നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, ജീരകപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾ ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് സോട്ടേ ചെയ്യാം. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. എന്നിട്ട് ഈ മസാലയിലും ഉള്ളിയിലൊക്കെ അതിനെ നന്നായിട്ടൊന്ന് കൂട്ടി ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. ചിക്കനിന് ഇത്ര അധികം വെള്ളം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പപ്പായ ചേർക്കാം. ക്യൂബ്സായി മുറിച്ചിട്ടുള്ള പപ്പായയാണ് ചേർക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളവും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കറി, പപ്പായ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടിച്ചു വെച്ച കസൂരി മേത്തിയും കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.